ഇന്ന് അന്താരാഷ്ട്ര ഭക്ഷ്യദിനമാണ്. ഓരോ ദിവസവും വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ, ഓരോ നേരത്തും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇതുപോലുള്ള വലിയ ഭക്ഷണശാലകളിൽ കയറുന്ന സമയത്ത് ബൊഫേ കൗണ്ടറിൽ ഒരുപാട് ഭക്ഷണം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കറുത്ത ചിത്രമുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഒരു വിദേശ രാജ്യത്ത് ഒരു 7 സ്റ്റാർ ഹോട്ടലിലായിരുന്നു അന്ന് പരിപാടി. ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു പരിപാടി നടത്തിയത്, അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി. ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് നിറയെ ഭക്ഷണങ്ങളായിരുന്നു, ഓരോ രാജ്യത്തെയും ഭക്ഷണങ്ങൾ. ഓരോ കൗണ്ടറുകളിൽ അമേരിക്കയുടെയും ജപ്പാൻ്റെയും ചൈനയുടെയും നിറയെ ഭക്ഷണങ്ങൾ. അവിടെ അറബി ഫുഡുണ്ട്, ഇന്ത്യൻ ഫുഡുണ്ട്, ഏത് തരത്തിലുള്ള ഫുഡും സുലഭം, ഇഷ്ടം പോലെ ഭക്ഷണം. പരിപാടി കഴിഞ്ഞതും ആളുകൾ എല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ സാധനങ്ങളുടെ പാക്കിങ്ങിലായിരുന്നു. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഹോട്ടലുകാർ വന്നതിന് ശേഷം ഞങ്ങൾ വിളിച്ച് നിർബന്ധമായിട്ടും ഉടനെ ഭക്ഷണം കഴിക്കണം, കാരണം ഭക്ഷണമെല്ലാം ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ കണ്ട കാഴ്ച നടുക്കുന്നൊരു കാഴ്ചയായിരുന്നു. കാരണം ഒരു ലോറിയിലേക്ക് ബാക്കി വന്ന ഭക്ഷണമെല്ലാം ഒന്നായിട്ട് തട്ടിയെടുക്കുന്ന ഒരു കാഴ്ച. ഞാൻ അവരോട് ചോദിച്ചു, ഈ ഭക്ഷണമെല്ലാം എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു. അവരെന്നോട് പറഞ്ഞത്, ഈ ഭക്ഷണമെല്ലാം മരുഭൂമിയിൽ കൊണ്ടുപോയി മണലിൽ കുഴിച്ചിടും എന്നാണ്. എൻ്റെ നടുക്കം കണ്ടിട്ടാവണം അയാൾ എന്നോട് വീണ്ടും പറഞ്ഞു, സാറ് ഞെട്ടണ്ട, കാരണം ഇത് എല്ലാ ദിവസവും ഇവിടെ സംഭവിക്കുന്നതാണ്. ഓരോ ദിവസവും ലോറിക്കണക്കിന് ഭക്ഷണമാണ് മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നത്. ഞാൻ ഓർത്തുപോയത്, എത്രയോ ആളുകളാണ് ഈ സമയത്ത് ലോകത്ത് ഭക്ഷണം കിട്ടാതെ അലയുന്നത്, തളർന്ന് ഉറങ്ങുന്നത് എന്നുള്ളതാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കവളമുക്കട്ടയിലെ വീട്ടിൽ ചാണകം മെഴുകിയ നിലത്തിരുന്ന് ഓട്ടുകിണ്ണത്തിൽ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഒരു വറ്റങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ, ഇത്തിരി കഞ്ഞി ബാക്കിയിട്ട് കഴിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയുമായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, ഈ ചോറിൻ്റെ വില എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വിശപ്പറിയണം, അപ്പോഴാണ് ചോറിൻ്റെ വില, ഭക്ഷണത്തിൻ്റെ വില എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ള കാര്യം. ഇന്ന് വെറുതെ ഗൂഗിളിൽ പരതിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ഞാൻ അറിഞ്ഞു. UN കണക്ക് പ്രകാരം ലോകത്ത് 842 മില്യൺ ആളുകളാണ് ഭക്ഷണം കിട്ടാതെ വലയുന്നത്. അതായത് 8ൽ ഒരാൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നർത്ഥം. നമ്മുടെ ഭാരതത്തിലാണെങ്കിലും 1.3 മില്യൺ ആളുകൾ ഒരു വർഷം ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രിയിലും ഇന്ന് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാലും 20 കോടി ആളുകൾ ഇന്ത്യയിൽ വിശന്ന് വലഞ്ഞ് തളർന്ന് ഉറങ്ങുകയാണ്. ആ കാര്യം നമുക്ക് തീർച്ചയായും ഓർമ്മ വേണം. രസകരമായ ഒരു സത്യം, ഈ ലോകത്ത് നമ്മുടെ പ്രകൃതി നമുക്കെല്ലാവർക്കും, ഈ ലോകത്തുള്ളവർക്കെല്ലാം സുഭിക്ഷമായി കഴിക്കാവുന്ന അത്രയും ഭക്ഷണം നമുക്ക് തരുന്നുണ്ട്, അതിൽ കൂടുതൽ ഭക്ഷണം തരുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം ഭക്ഷണം പാഴാക്കി കളയുന്നു, മറ്റൊരു വിഭാഗം ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു. ഇതാണ് നാം അറിയേണ്ട ഏറ്റവും പരമമായ സത്യം. നമ്മുടെ കല്യാണ പാർട്ടികളിൽ, അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ നാം നശിപ്പിച്ച് കളയുന്ന, വേസ്റ്റാക്കി കളയുന്ന എത്രയോ ഭക്ഷണമുണ്ട്. UN കണക്ക് പ്രകാരം നാം പാഴാക്കി കളയുന്ന ഭക്ഷണത്തിൻ്റെ 1/3 ഭാഗം മാത്രം മതി ഈ ലോകത്തുള്ള പാവപ്പെട്ടവരുടെ മുഴുവൻ വിശപ്പടക്കാൻ. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, നമുക്ക് ഭക്ഷണം കിട്ടാതെ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒരു അരിമണി പോലും, ഒരു തുള്ളി വെള്ളം പോലും ഇന്ദ്രജാലത്തിലൂടെ ഉണ്ടാക്കുക സാധ്യമല്ല. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഭക്ഷണത്തിൻ്റെ സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ അലയുന്ന എത്രയോ ആളുകൾ നമ്മുടെ ലോകത്ത് ഉണ്ട് എന്നുള്ള കാര്യം. ആ സംസ്കാരത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാം.